പ്രണവ് ചിത്രം DSCയുടെ ട്രെയിലറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ട്രെയിലറിലെ പ്രണവിന്റെ അഭിനയ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. സിനിമയിൽ പ്രണവ് നായകനോ അതോ വില്ലനോ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. വിമർശകരുടെ വായടപ്പിക്കും. പ്രേതത്തെ കാണിക്കാതെ തന്നെ പേടിപ്പിച്ചു കൊല്ലുന്ന സംവിധായകൻ പ്രണവ് ആളാകെ മാറിയിരിക്കുകയാണ്. എന്തായാലും ചിത്രം പൊളി സാധനമാണ്. DSCയെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. അതുതന്നെയാണ് ആ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ മനസ്സിലാകുന്നതും. ഈ പടത്തിൽ പ്രണവ് ഒരു പൊളിക്കും. പ്രണവിന്റെ യഥാർത്ഥ കാലിബർ തിരിച്ചു വരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത്. രാജാവിന്റെ മകൻ പെർഫോമൻസ് ലെവലിൽ തീ പാറിക്കും. സൂപ്പർബ് ട്രെയിലർ, തീ സാധനം, ഇത് പൊളിക്കും. ഇതിൽ പ്രണവ് കസറും. അച്ഛനാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് 2025 തൂക്കിയിരിക്കുകയാണ്. ദേ മോൻ ഒരു സാമ്പിൾ ഐറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. പുലിക്ക് പിറന്നത് പൂച്ചയാവില്ലല്ലോ എന്നാണ് ആരാധകർ പറയുന്നത്. അച്ഛൻ ഇൻഡസ്ട്രി ഭരിക്കുന്നു, മകൻ അത് കൊണ്ടുപോകുന്നു. ഇത് വേറെ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഉണ്ടാവുമോ? എന്തായാലും ലാലേട്ടന്റെ മകൻ പ്രണവ് ഇത്തവണ കസറുമെന്ന് ഉറപ്പിക്കാം. 90% ഹിറ്റ് സ്റ്റാറ്റസ് ഉള്ള മലയാളത്തിലെ ഏക നടൻ കൂടിയാണ് പ്രണവ്. DSCയുടെ പ്രണവിന്റെ ആദ്യ 100 കോടി പടമായിരിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. 2025 മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഓൺ ദ വേ എന്നിങ്ങനെ നീളുന്നു സിനിമയിലെ ട്രെയിലറുമായി ബന്ധപ്പെട്ട കമന്റുകൾ. പ്രണവ് നായകനാണോ അതോ വില്ലനാണോ എന്ന സംശയവും ഇതിലൂടെ ഉദിക്കുകയാണ്. DSCയുടെ ട്രെയിലർ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന DSCയുടെ പുതിയ ട്രെയിലർ പുറത്തിറങ്ങിയതു മുതൽ ചർച്ചയിലാണ് സോഷ്യൽ മീഡിയ. നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയ ഒരു ഹൊറർ ചിത്രമെന്നാണ് ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന ദ ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ്ലൈൻ. ട്രെയിലറിന് പിന്നാലെ ചർച്ചയാവുകയാണ് പ്രണവ് മോഹൻലാൽ എന്ന നടനെക്കുറിച്ച്. ട്രെയിലറിലെ പ്രണവിന്റെ അഭിനയ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നതും. ഒരു കണ്ണാടിയിൽ ആരെയും പേടിപ്പിക്കുന്ന മുഖഭാവങ്ങളോടെ നിൽക്കുന്ന പ്രണവിന്റെ ഷോട്ട് വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത്. ചിത്രത്തിൽ പ്രണവ് നായകനായും വില്ലനായും എത്തുന്നുവെന്നാണ് ആരാധകർ ഇതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. അഭിനയത്തിൽ പ്രണവ് ഞെട്ടിക്കുമെന്നും ഇതുവരെ കാണാത്ത നടന്റെ വേഷപ്പകർച്ചകൾ ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കുമെന്നും പലരും പറയുന്നു. മാത്രമല്ല പ്രണവിന്റെ ഡയലോഗ് ഡെലിവറിക്കും കയ്യടി ലഭിക്കുന്നുണ്ട്. ആദ്യാവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന വലിയ സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കുന്ന ചിത്രം കൂടിയാണിതെന്ന് നമുക്ക് തോന്നും. ആ ഒരു പ്രതീതി തന്നെയാണ് ഇപ്പോൾ ട്രെയിലറിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോട്ട് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്ര, S ശശികാന്ത് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും രാഹുൽ സദാശിവൻ തന്നെയാണ് ചെയ്യുന്നത്. രാഹുലിന്റെ ചിത്രം ഇത്തവണയും പ്രേക്ഷകരെ പേടിപ്പിക്കുമെന്ന് ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട്. സൂപ്പർ ഹിറ്റ് ചിത്രമായ ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുലിന്റെ ചിത്രം വരുന്നു എന്നത് പറഞ്ഞതു മുതൽ പ്രേക്ഷകരും വലിയധികം ആവേശത്തിലാണ്. പ്രേക്ഷകരുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ ഈ ചിത്രത്തിന് ലഭിക്കുകയും ചെയ്തു. ആയതിനാൽ തന്നെ ഓരോ അപ്ഡേറ്റിലും ചിത്രത്തിന്റെ ക്വാളിറ്റി ഒട്ടും കുറയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അണിയറ പ്രവർത്തകർക്ക് സാധിക്കുകയും ചെയ്തു. ഒരു വീടും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അമാനുഷിക സംഭവങ്ങളുമായാണ് DSCയുടെ കഥ മുന്നോട്ടു പോകുന്നത്. ഇതുതന്നെയാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഒക്ടോബർ 31 ചിത്രം തിയേറ്ററുകളിലെത്തും. ബ്രഹ്മയുഗത്തിൽ പ്രവർത്തിച്ച അതേ ക്രൂ തന്നെയാണ് ഇതിലും പ്രവർത്തിക്കുന്നത്. പ്രണവ് മോഹൻലാലിന്റെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക എന്ന് ഉറപ്പിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.